ഇവൻ ഈ ഒരു പെണ്ണ് വീരനാന്ന് എല്ലാവർക്കും അറിയാം. അതുകൊണ്ട് ഗണേഷ് കുമാറിനെ കുറിച്ച് എന്താണ് പറയാനുള്ളത്? ഗണേഷ് കുമാറിനെ കുറിച്ച് എന്താണ് ഇപ്പൊ ഗതാഗതം? അല്ല, ഗണേഷ് കുമാറിനെ കുറിച്ച് എനിക്ക് ട്രാൻസ്പോർട്ട് മന്ത്രി എന്ന നിലയ്ക്ക് എനിക്ക് അഭിപ്രായമുണ്ട്. ആന്റണി രാജുവും അവരെ അതിന് മുമ്പ് വന്ന ആളുകളെ ഏറ്റവും നല്ല മന്ത്രി ഗണേഷ് കുമാർ. കാരണം വെച്ച് കഴിഞ്ഞാൽ ഇതിനൊരു ഡെവലപ്മെന്റ് ഉണ്ടാക്കി ഇപ്പോൾ ഒരു പ്രത്യേക സിസ്റ്റം പ്രകാരം അവൻ ഇതിനെ ലാഭത്തിൽ കൊണ്ടുവന്നു. അത് ശരിയാണ്. പേഴ്സണലായിട്ട് പറയും എനിക്കെതിരെ. കാരണം അറിയും, ഈ ഉമ്മൻചാണ്ടീനെ ഏറ്റവും കൂടുതൽ ദ്രോഹിച്ചിട്ടുള്ളത് ഈ ഗണേഷ് കുമാറാണ്. ഈ സാരിതനെ കൊണ്ട് നടന്നത് ഈ ഗണേഷ് കുമാറാണ്. ആദ്യമേ തൊട്ട് സാരിത ഉണ്ടായ അന്ന് തൊട്ട് കൊണ്ട് നടന്നത് ലാസ്റ്റ് ഇവൻ പറയുന്ന ആ കണ്ടീഷനിൽ വന്ന് ഇവനെ കല്യാണം കഴിക്കണം എന്ന് പറഞ്ഞ് അത് കഴിഞ്ഞ് പ്രശ്നങ്ങളൊക്കെ ആയപ്പോൾ ശരിക്ക് ഉമ്മൻചാണ്ടീനെ അതാണ് എനിക്ക് വേറെ ആരെ വേണമെങ്കിൽ പെടുത്തിയോട്ടെ. എനിക്കൊരു രാഷ്ട്രീയമുണ്ട്, എനിക്കൊരു രാഷ്ട്രീയമുണ്ട്, എനിക്കൊരു രാഷ്ട്രീയ ലക്ഷ്യമുണ്ട്. പക്ഷേ പാവം ഞാൻ കോൺഗ്രസ്സുകാരനല്ല. പക്ഷേ ഉമ്മൻചാണ്ടീനെ വ്യക്തിപരമായിട്ട് എനിക്ക് ഉമ്മൻചാണ്ടീനെ ഗംഭീര ഇഷ്ടമാണ് വ്യക്തിപരമായിട്ട്. കാരണം വെച്ച് കഴിഞ്ഞാൽ കറകളഞ്ഞ കോൺഗ്രസ്സുകാരനാണ് ഇയാൾ കോടികൾ സമ്പാദിച്ചെന്ന് ആർക്കെങ്കിലും ഇവിടെ പറയാൻ പറ്റും. ഗണേഷ് കുമാറിനെ കുറിച്ച് എന്താ പറയുള്ളത്? അതാണ് ഗണേഷ് കുമാറല്ല ആളെ പെടുത്താനായിട്ട് അച്ഛനും മോനും കൂടി കളിച്ചത്. അപ്പൊ അതുകൊണ്ട് എന്തുണ്ടായി, ലാസ്റ്റ് ആളെ അപമാനത്തിനായില്ല ആള് ഉമ്മൻചാണ്ടി. അപ്പൊ ഇവൻ ഈ ഒരു പെണ്ണ് വീരനാന്ന് എല്ലാവർക്കും അറിയാം. അതുകൊണ്ട് അതിന് പറ്റിയിട്ട് എനിക്ക് അവന്റെ ഇവ അഞ്ചാമത്തെ കല്യാണം കഴിക്കണേ. അഞ്ചാമത്തെ കല്യാണമായി ഇവൻ. ആദ്യം അഞ്ചാമത്തെ കല്യാണം അവൻ കഴിക്കണേ. ഇപ്പൊ വീണ്ടും ഇതായിന്ന് പറഞ്ഞു. അവന്റെ ഡ്രൈവർ അവന്റെ ഭാര്യേനെ തല്ലിന്നാ പറഞ്ഞു. അവന്റെ ഡ്രൈവർ അവന്റെ ഭാര്യേനെ തല്ലിന്ന്. ആരുടെ ഭാര്യേനെ? ഗണേഷ് കുമാറിന്റെ ഭാര്യേനെ തല്ലി. അത് നിങ്ങൾ അറിഞ്ഞ? നീ അറിഞ്ഞില്ല, നീ യൂട്യൂബുകാരനെ നീ അറിഞ്ഞില്ല. ഗണേഷ് കുമാറിന്റെ ഭാര്യേനെ അവന്റെ ഗണേഷ് കുമാറിന്റെ ഡ്രൈവറാണ് തല്ലി മിനിഞ്ഞാന്ന്. ഈ അങ്ങനെ ഒരു സംഭവം നടന്നു. അതൊക്കെ ഇനി പുറത്തു വരാനിരിക്കണല്ലോ. അപ്പൊ നിങ്ങൾ അറിയും. അത്ര മോശം വ്യക്തിയാണ്, വ്യക്തിപരമായിട്ട് മോശമാണ്. മന്ത്രി എന്ന നിലയ്ക്ക് ഗണേഷ് കുമാർ വിജയാണ്. അത് 100%. അത് നമ്മളെ എല്ലാ വശങ്ങളും പറയുന്നല്ലോ. KB ഗണേഷ് കുമാറിനെ കുറിച്ച് എന്താണ് പറയുന്നത്? അങ്ങനെ നല്ല മന്ത്രിയാണ്. കേരളത്തില് പറ്റിയ ഒരു മന്ത്രിയാണ്. കേരളം 20 മന്ത്രിമാരിലെ ഏറ്റവും നല്ല മന്ത്രി ഗണേഷ് കുമാറാണ്. കാരണം KSRTC കോടികൾ നഷ്ടമുള്ള ഇതൊക്കെ ഉള്ളി വന്ന് പരിഗണിച്ചു. പിന്നെ പെൻഷൻ കൊടുക്കാനുള്ള പൈസ റെഡിയായി, ശമ്പളം മുടക്കില്ലാതെ കൊടുക്കുന്നുണ്ട്. അങ്ങനെ അടിപൊളിയാണ്. ഇപ്പൊ വാർത്തകൾ പറഞ്ഞിരിക്കണ ഉള്ളിയുടെ വ്യക്തിപരമായ വാർത്തകളെ കണ്ടോ? അതെ, ഗണേഷ് കുമാറിന്റെ വൈഫ് ഡിവോഴ്സ് ആവുന്ന. ഇതിപ്പോ എല്ലാവരും വൈഫ് ഇപ്പൊ ഇനി കുറച്ചു കാലം കഴിയുമ്പോൾ എല്ലാവരും വൈഫ് പോവാ. ആ കണ്ടീഷനാണ് ഇപ്പോൾ. കാരണം എന്ന് ഈ മൊബൈൽ വന്നോ അതോടെ തീർന്നു. അപ്പൊ ഇനിയിപ്പോ ബന്ധങ്ങളൊന്നും വലിയ ബലം ഉണ്ടാവില്ല. ഒക്കെ ഒരു ഫോണുമ്പോൾ തീർന്ന ബന്ധങ്ങളാണ് ഇപ്പൊ ഒക്കെ എല്ലാം. പുള്ളിയുടെ പുള്ളിനെ കുറിച്ച് ഭയങ്കര മോശമായിട്ടുള്ള കാര്യങ്ങൾ കണ്ടു എന്നുള്ള രീതിയിലാണ് പറയുന്നത്. പലതും പറയുന്ന ആൾക്കാരിപ്പോ ആരാണ് മോശം ഇപ്പോ? എല്ലാരും എല്ലാം തെറ്റുകാരാണ് ഇപ്പോ. മുഖ്യ ഒരു വ്യക്തി എന്ന നിലയിൽ ഗണേഷ് കുമാറിനെ കുറിച്ച് എന്താണ് പറയുന്നത്? ഗണേഷ് കുമാർ നല്ലൊരു നടനുമാണ്, നല്ലൊരു മുഖ്യമന്ത്രിയാണ്, നല്ലൊരു മന്ത്രിയാണ്, നല്ലൊരു നടനാണ്, നല്ല നടനുമാണ്, നല്ല മന്ത്രിയാണ്. ജനങ്ങൾക്ക് ഇടയ്ക്ക് വരുമ്പോഴാണ് നടനായിട്ട് പറഞ്ഞത്. ഇല്ല, സിനിമയിൽ അഭിനയിക്കുമ്പോൾ നല്ല നടനും, ജനങ്ങളുടെ ഇടയ്ക്ക് വരുമ്പോൾ നല്ലൊരു മന്ത്രിയാണ് ആള്. അല്ലെങ്കിൽ മനുഷ്യനാണോ? നല്ല മനുഷ്യനാണ്, കുഴപ്പമൊന്നുമില്ല. ജനങ്ങൾക്ക് നല്ല ഉപകാരപ്പെടുന്ന ആളാണ്. ഗതാഗത മന്ത്രി ഗണേഷ് കുമാറിനോട് എന്താ പറയാനുള്ളത്? ഗണേഷ് കുമാറിനോട് എന്ത് പറയാനുള്ളതെന്ന് വെച്ചാൽ, ഇതൊക്കെ ഒന്ന് മാറ്റിത്തരാൻ പറഞ്ഞിട്ട് ഞങ്ങൾ മറ്റേ നവകേരള സദസ്സിന് ഇതൊക്കെ കൊടുത്തായിരുന്നു, പരാതിയൊക്കെ കൊടുത്തായിരുന്നു. ഇതൊന്ന് മാറ്റിത്തരാനൊക്കെ പറയും. അതൊന്നും മാറ്റമൊന്നുമില്ല. എന്താ വെച്ചാൽ ഗവൺമെന്റിന് കിട്ടുന്ന കാശല്ലേ. അല്ല, ആളൊരു ഗണേഷ് കുമാർ ഒരു നല്ല ഗതാഗത മന്ത്രിയാണോ? കുറച്ചൊക്കെ ആവറേജ്. KSRTC പറയാൻ പറ്റൂല ഒരാള്. ഗുണങ്ങളൊക്കെ വന്നിട്ടുണ്ടോ KSRTC? ഇപ്പൊ KSRTC മെച്ചപ്പെട്ടിട്ടുണ്ടെന്ന് പറയപ്പെടുന്നു. നമുക്കറിയില്ലല്ലോ, നമ്മള് ജനങ്ങള് എല്ലാം കേൾക്കുക, അല്ലാത്രേ ഉള്ളൂ. അല്ല, ആള് വ്യക്തിപരമായിട്ട് എങ്ങനെയാണ്? വ്യക്തിപരമായിട്ട് ഇപ്പൊ ഇന്നലെ എന്തോരോ കേസൊക്കെ വന്നിട്ടുണ്ട്. ഭാര്യ കുറച്ച് കേസൊക്കെ ഉപയോഗിച്ചിട്ടുണ്ട്, കുറെ അധികം സ്ത്രീകളായിട്ട് ബന്ധമുണ്ട് പറയുന്നു. അതൊക്കെ ഉണ്ട്. വ്യക്തിപരമായിട്ട് ആള് മോശമാണ്. സ്വന്തം കാര്യം മറച്ചു വെച്ചിട്ടുണ്ടെങ്കിൽ മറ്റുള്ളവരെ പറയുമ്പോഴത്തേക്കും അതൊരു തെറ്റാണ്. ഇപ്പൊ ആൾക്കൊരു എല്ലാവരും പറയണില്ലേ, എന്താ പോലെ ചോദിച്ചപ്പോ അല്ല, ഇപ്പൊ ആൾക്കൊരു സ്ത്രീ വിഷയത്തിൽ ഉള്ളിൽ കേസ് വന്നു, സ്വന്തം ഭാര്യ തന്നെ കേസ് ചോദിച്ചു. അപ്പൊ അന്ന് ഉമ്മൻചാണ്ടി സർക്കാരിന്റെ സമയത്ത് ഉമ്മൻചാണ്ടിയെ കുറെ കുത്തി നോവിച്ച ആളാണ് ഈ ഗണേഷ് കുമാർ എന്നാണ് പറയണത്. അത് ഉറപ്പുള്ള കാര്യമല്ലേ, അതെല്ലാ പിള്ളേർക്കും ഒരു അറിയാവുന്ന കാര്യം. പുള്ളിയൊക്കെ ഇല്ലാതെ പുള്ളിയൊക്കെ നേരത്തെ തന്നെ ജയിലിൽ പോയനെ. ഗണേഷ് കുമാർ കേട്ടില്ല. ഉമ്മൻചാണ്ടിയെ കൂടി ഒതുക്കിയതാണത്. ഒതുക്കിയെന്ന് വെച്ചാല് സോൾവ് ചെയ്ത് തീർത്ത കാര്യങ്ങളാണ്. എന്നിട്ട് അതിപ്പോ ഉമ്മൻചാണ്ടിക്കെതിരെ പുള്ളി പറഞ്ഞില്ലേ.
വളരെ മോശം വ്യക്തിയാണെന്ന് തോന്നുന്നുണ്ടോ ഗണേഷ് കുമാർ? മോശം മന്ത്രിയുടെ ഇതിൽ നോക്കുകയാണെങ്കിൽ വലിയ കുഴപ്പമില്ലാണ്ട് പോകുന്നുണ്ട്. മറ്റുള്ള ഇത് നോക്കുമ്പോഴത്തേക്കും മറ്റുള്ള വിഷയങ്ങൾ നോക്കുമ്പോഴത്തേക്കും പൊളിയാണ്, വളരെ മോശമാണ്. മോശമാണ്. പല സ്ത്രീകളുമായിട്ടും ബന്ധമുണ്ട്, ഭാര്യ ഉള്ളപ്പോ സമയത്ത് പിന്നെ വേണ്ടാത്തവരെ നടപടികൾ ഒക്കെ ഉണ്ടാക്കണത്. ഗണേഷ് കുമാറിനെ കുറിച്ച് എന്താണ് പറയാനുള്ളത്? അല്ല, എന്താ ഗണേഷ് കുമാറിനെ കുറിച്ച് രണ്ടു വാക്ക്? എന്താ ഗണേഷ് കുമാർ നല്ല മന്ത്രിയാണോ? പിന്നെ വാർത്തകൾ കാണില്ലേ? അല്ല സത്യം പറ, വാർത്തകൾ കാണില്ലേ? പിന്നില്ലേ വാർത്തയിൽ എന്താ പറയാനുള്ളത് ഗണേഷ് കുമാർ? അത് ഇപ്പൊ നമുക്ക് അതിനെ പൊതുവായിട്ട് പറയാൻ പറ്റൂല. നല്ല ഗതാഗത മന്ത്രിയാണ്. സൂപ്പർ മന്ത്രിയാണ്. വ്യക്തിപരമായിട്ട് പേരെന്തായിരുന്നു? എന്റെ പേര് അനൂപ്. ഓക്കെ.